ഹലോ എവരിവൺ, വെൽക്കം ടു എക്സാം ബൈ ലേണിംഗ്. അപ്പോൾ ഇന്ന് നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഏറ്റവും പുതിയൊരു അപ്ഡേറ്റ് ഷെയർ ചെയ്യാനാണ് ഈ ഒരു വീഡിയോയിൽ വന്നിട്ടുള്ളത്. നമുക്കറിയാം, ഗൾഫ് രാജ്യങ്ങളിൽ വലിയ രൂപത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. GCC രാജ്യങ്ങളിൽ വാറുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള, യുദ്ധവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വലിയ പ്രയാസകരമായൊരു സിറ്റുവേഷനിലൂടെയാണ് കടന്നു പോകുന്നത്. എല്ലാവരും സേഫ് ആയിരിക്കുക, ഗവൺമെൻറ്റിൽ നിന്ന് വരുന്ന ഒഫീഷ്യൽ നിർദ്ദേശങ്ങൾ കൃത്യമായി ശ്രദ്ധിക്കുകയും അനാവശ്യമായി പുറത്തിറങ്ങാതിരിക്കുക പോലുള്ള കാര്യങ്ങളൊക്കെ എല്ലാവരും ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഈ ഒരു സമയത്ത് സൂചിപ്പിക്കാനുള്ളത്. അപ്പോൾ എനിവേ, ഈ ഒരു കാലഘട്ടം കഴിഞ്ഞു പോയി, ഇതിൻ്റെ പ്രശ്നങ്ങളൊക്കെ അവസാനിച്ച് എത്രയും പെട്ടെന്ന് തന്നെ ഒരു സേഫറായ മുൻപുള്ള അവസ്ഥയിലേക്ക് എല്ലാവരും എത്തട്ടെ എന്നുള്ള ഒരു പ്രാർത്ഥന അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു പ്രതീക്ഷ പങ്കുവെക്കുകയാണ്. അപ്പോൾ എനിവേ, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്കറിയാം, ഈ ഒരു സമയത്താണ് നമുക്ക് ബോർഡ് എക്സാമുകൾ നടക്കാനുണ്ടായിരുന്നത് അല്ലേ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് CBSEയിൽ നിന്നുള്ള ഒരു അപ്ഡേറ്റ് ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. CBSE ഒരു സർക്കുലർ 3 മാർച്ചിന് ഇന്ന് ഒരു സർക്കുലർ പുറത്തിറക്കിയിട്ടുണ്ട്. ബഹ്റൈൻ, ഇറാൻ, കുവൈറ്റ്, ഒമാൻ, ഖത്തർ, സൗദി അറേബ്യ, UAE ഈ രാജ്യങ്ങൾ എന്ന് വെച്ചാൽ ഈ വാർ അഫക്റ്റഡ് ആയിട്ടുള്ള ഈ രാജ്യങ്ങളിലുള്ള കുട്ടികൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു അപ്ഡേറ്റ് ആണ്. 10ാം ക്ലാസ്സിൻ്റെയും +2വിൻ്റെയും ബോർഡ് എക്സാമുകൾ നടക്കാനിരിക്കുകയായിരുന്നു. അതിൽ ഇപ്പോൾ വന്നിട്ടുള്ള നോട്ടിഫിക്കേഷൻ 5-ാം തീയതിയിലും, അതായത് മാർച്ച് 5-നും 6-നും നടക്കേണ്ടുന്ന എക്സാംസ്, 10ൻ്റെയും +2വിൻ്റെയും മാർച്ച് 5, 6 നടക്കേണ്ടുന്ന എക്സാംസ് പോസ്റ്റ്പോൺ ചെയ്തതായി, അതിൻ്റെ ഡേറ്റ് അറിയിച്ചിട്ടില്ല, അത് പിന്നത്തേക്ക് മാറ്റി വെച്ചതായിട്ട് ഉള്ള ഒരു നോട്ടിഫിക്കേഷനാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് എല്ലാവരും ശ്രദ്ധിക്കുക. അതുമായി ബന്ധപ്പെട്ടുള്ള ഒഫീഷ്യൽ ആയിട്ടുള്ള ന്യൂസുകൾ വരുമ്പോൾ, ഒഫീഷ്യൽ ആയിട്ടുള്ള അത്തരം കമ്മ്യൂണിക്കേഷൻസ് വരുമ്പോൾ നിർബന്ധമായും അത് ശ്രദ്ധിക്കുക. 5-6 ഡേറ്റുകളിലുള്ള എക്സാംസാണ് ഇപ്പോൾ മാറ്റിയിട്ടുള്ളത്. ഇനി സിറ്റുവേഷൻ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് എന്നതിനനുസരിച്ച് അതിനുശേഷമുള്ള ദിവസങ്ങളിലുള്ള എക്സാംസ് എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടോ എന്നുള്ളതും ഇതേ ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷനിലൂടെ കടന്നു വരുന്നത്. അതുകൊണ്ട് നിർബന്ധമായും നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ സ്കൂളുമായി കൃത്യമായി കോൺടാക്റ്റ് ചെയ്യുക. ബോർഡ് എക്സാം ആണ്, നമുക്ക് തോന്നിയതുപോലെ ചെയ്യാൻ പറ്റുന്നൊരു കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തെങ്കിലും മാറ്റങ്ങൾ ഉള്ള കാര്യങ്ങളൊക്കെ സ്കൂളിൽ നിന്ന് ഒഫീഷ്യലി അതുമായി ബന്ധപ്പെട്ടുള്ള നിർദ്ദേശങ്ങൾ വരുന്നുണ്ടെങ്കിൽ ആ സ്കൂൾ വാട്സപ്പ് ഗ്രൂപ്പുകളും മറ്റു കാര്യങ്ങളൊക്കെ കൃത്യമായി നോക്കുക, അപ്ഡേറ്റഡ് ആയിരിക്കുക. അത് പാരൻസ് ചെയ്താൽ മതി, കുട്ടികൾ അവരുടെ പഠനവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഇനിവേ, പാരൻസ് അത്തരം കാര്യങ്ങൾ വളരെ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ ഒഫീഷ്യൽ ആയിട്ടുള്ള CBSEയുടെ എന്തെങ്കിലും അനൗൺസ്മെൻറ്റ്സ് ഉണ്ടോ എന്നുള്ളത് നമ്മൾ നിർബന്ധമായിട്ട് നോക്കണം. അൺഒഫീഷ്യൽ ആയിട്ടുള്ള സോഴ്സസിൽ നിന്ന് വരുന്ന റൂമേഴ്സ് വല്ലാതെ നമ്മൾ എന്ത് ചെയ്യരുത്, അത് കണക്കിലെടുക്കാൻ പാടില്ല. അപ്പം ഇനിവേ, 5-6 തീയതികളിലുള്ള 5th and 6th എക്സാംസിനെ കുറിച്ചാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ളൊരു ന്യൂസ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ അത് കഴിഞ്ഞതിന് ശേഷം എന്താകും എന്നുള്ളത് അതിനനുസരിച്ചുള്ള ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ അനുസരിച്ചാണ് നമ്മൾ ചെയ്യുക. അപ്പോൾ ഇനിവേ, ഇപ്പോൾ കുട്ടികൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ, ആകെ മൊത്തത്തിൽ ഒരു കയോട്ടിക് ആയിട്ടുള്ള ഒരു എൻവയൺമെൻ്റ് ആണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരുപാട് മിസൈൽസും ഡ്രോൺസും അതിനെക്കുറിച്ചുള്ള ന്യൂസും മറ്റ് കാര്യങ്ങളും, എക്സാം നീട്ടിവെക്കുന്ന, പോസ്റ്റ്പോൺ ചെയ്യുന്ന കാര്യങ്ങളും ഇതൊക്കെ കൂടിയായിട്ട് നമ്മൾ നമ്മുടെ ഒരു പഠനത്തിൻ്റെ രീതിയിൽ നിന്ന് നമ്മൾ മാറാൻ പാടില്ല. നമ്മൾ എന്ത് ചെയ്യുക, ഫോക്കസ്ഡ് ആയി തന്നെ പഠിക്കുക. ഈ ദിവസങ്ങളിലുള്ള എക്സാം മാറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത്രയും ദിവസം നമ്മൾ പഠിക്കാൻ കൂടുതൽ സമയം കിട്ടി എന്നുള്ളത് മാത്രം മനസ്സിലാക്കുക. നമ്മുടെ സ്റ്റഡി ടൈം കുറച്ചും കൂടി കൂടുതൽ കിട്ടി, അത്ര മാത്രമേ നമ്മൾ ആലോചിക്കാൻ പാടുള്ളൂ. ഈ കാര്യങ്ങളൊക്കെ മാറിയും വളരെ നല്ലൊരു അവസ്ഥയിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ എത്തിപ്പെടും എന്നുള്ളതിനാണ് നമ്മുടെ പ്രതീക്ഷ. അതുകൊണ്ട് ഇപ്പോൾ നമ്മളുടെ ഫോക്കസ് കംപ്ലീറ്റ്ലി ഓൺ സ്റ്റഡീസ് ആക്കുക. ഒരിക്കലും ഈ കാര്യങ്ങളൊന്നും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ബാധിക്കാൻ പാടില്ല. ഇപ്പോൾ കിട്ടിയ എക്സ്ട്രാ ഡേയ്സ് എന്ന് പറയുന്നത് അത് നമുക്കൊരു പോസിറ്റീവായി അതിനെ ഉപയോഗിക്കാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കേണ്ടതുണ്ട്. അപ്പോൾ ആ കാര്യം നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോൾ അതുകൊണ്ട് ഈ എക്സാം മാറ്റുന്നതിനനുസരിച്ച് ഇനി കൂടുതൽ എക്സാംസ് മാറ്റുകയാണെങ്കിലും അത്രയും ദിവസങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, സ്റ്റഡീസിന് വേണ്ടി മാറ്റിവെക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇപ്പോൾ 5th, 6th എക്സാംസ് മാത്രമാണ് മാറ്റിയിട്ടുള്ളത്, അതിന് ശേഷമുള്ള കാര്യം പറഞ്ഞിട്ടില്ല. അപ്പോൾ അതിന് ശേഷമുള്ളത് മാറ്റുമായിരിക്കാം എന്നൊന്നും വിചാരിക്കാൻ പാടില്ല. അതിനുശേഷം കൃത്യമായി എക്സാംസ് നടക്കും എന്ന രീതിയിൽ തന്നെ നമ്മൾ പ്ലാൻ ചെയ്ത് പഠിക്കുക. മാറ്റുകയാണെങ്കിൽ ആ സമയത്ത് നോക്കിയാൽ മതിയല്ലോ. കാരണം എന്താ വെച്ചാൽ, ഈ കോൺഫ്ലിക്ട്സ് ഒക്കെ ഒരുപക്ഷെ റിസോൾവ് ആയി പോയേക്കാം, എന്തെങ്കിലും ചർച്ചകളിലൂടെ അതൊക്കെ ശരിയായേക്കാം. അങ്ങനെ തന്നെയാണ് നമ്മുടെ എല്ലാവരുടെയും പ്രതീക്ഷ. അതുകൊണ്ട് അത് മാറ്റിയേക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ കൂടുതൽ ഉഴപ്പി കളിച്ചാൽ അത് വലിയ രൂപത്തിൽ പ്രയാസമുണ്ടാക്കും. അതുകൊണ്ട് ബോർഡ് എക്സാമാണ്, നമുക്ക് ഒരിക്കലും ഒരു സെക്കൻഡ് ചാൻസ് എടുക്കാൻ പറ്റുന്നൊരു കാര്യമല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും വളരെ ഗൗരവത്തോടു കൂടി തന്നെ എടുക്കുക. ഈ ദിവസങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക, ഫുള്ളി ഫോക്കസ്ഡായി അതിനനുസരിച്ച് നമ്മുടെ പ്ലാനുകൾ മാറ്റുക. നമ്മുടെ റിവിഷൻ പ്ലാനുകൾ ഈ 5th, 6th അന്നത്തെ ദിവസം എക്സാംസ് ഒഴിവാക്കി ബാക്കിയുള്ള രൂപത്തിൽ ഒന്നുകൂടി റിവൈസ് ചെയ്ത് പ്ലാൻ ചെയ്യുക. റിവിഷൻ കാര്യങ്ങളൊക്കെ കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോവുക. അപ്പോൾ ഈ പറഞ്ഞ സാഹചര്യങ്ങളൊന്നും നമ്മളെ ബാധിക്കാൻ പാടില്ല. അപ്പോൾ എക്സാം അടിപൊളിയായിട്ട് തന്നെ എഴുതാം. ആ കാര്യത്തിന് കുറച്ചും കൂടി എയ്ഡായ രൂപത്തിൽ മാത്രമേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ഭവിക്കാൻ പാടുള്ളൂ. അപ്പോൾ എനിവേ, ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാംസ്. എല്ലാവരും നന്നായി പഠിക്കുക, ഫോക്കസായി പഠിക്കുക. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെല്ലാം മാറും, നല്ലൊരവസ്ഥ ഉണ്ടാകും. അതിനുവേണ്ടി തന്നെയാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും. ഓക്കെ, താങ്ക് യു.